ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് ദ പോയിന്റ് എക്സ് കോമ വൈ ഈസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ പോയിന്റ്സ് 0, 5 ആൻഡ് 7, 6. ഇതെങ്ങനെ ചെയ്യും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് 0, 5 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എ 0, 5 ഇത് റഫായിട്ട് വരയ്ക്കുന്നതാണ്. പിന്നെ 7, 6 എന്ന് പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. 0, 5, 7, 6 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് ഉണ്ട്. എക്സ് കോമ വൈ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് കോമ വൈ എന്ന് പറയുന്ന പോയിന്റ് ഇക്വിഡിസ്റ്റൻ്റ് ആണ്. അതായത് എക്സ് കോമ വൈനെ ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്തോട്ടെ. എക്സ് കോമ വൈന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് എക്സ് കോമ വൈന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് കോമ വൈ ഈസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം എ ആൻഡ് ബി എന്ന് പറയാം. നമുക്കറിയേണ്ടത് എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ്. എക്സും വൈയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. എ പി ഈക്വൽ ടു പി ബി ആണെന്ന് പറയുന്നുണ്ട്. നമുക്കത് എഴുതാം അല്ലേ? എ പി ഈക്വൽ ടു പി ബി നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് എഴുതാൻ പോവാണ്. എ പി എങ്ങനെ വരും? എ പി റൂട്ട് ഓഫ് എ പി കാണാനായിട്ട് റൂട്ട് ഓഫ് x2 മൈനസ് x1 സ്ക്വയർ. ഇവിടെ x മൈനസ് 0 സ്ക്വയർ വരും. പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ, y മൈനസ് 5 സ്ക്വയർ. ഓക്കെ, ഇനി പി ബി എ പി എഴുതിയിനി ഈക്വൽ ടു പി ബി ആണല്ലോ. പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് x1 y1ഉം ഇത് x2 y2 ആയിട്ട് എടുക്കുകയാണേ. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 സ്ക്വയർ ചെയ്യുമ്പോൾ x മൈനസ് 7 സ്ക്വയർ, x മൈനസ് 7 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ y മൈനസ് 6 സ്ക്വയർ, y മൈനസ് 6 സ്ക്വയർ എന്ന് വരും. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് പോകും രണ്ട് സൈഡിലും. ഇവിടെ എക്സ് മൈനസ് 0നെ എക്സ് തന്നെ എഴുതാമല്ലോ. എക്സ് മൈനസ് 0 എക്സ് തന്നെയാണ്. ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ y മൈനസ് 5 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഓൾ സ്ക്വയർ പോലെ എഴുതുന്ന പോലെ എഴുതാം. y മൈനസ് 5 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ മൈനസ് 10y പ്ലസ് 25. ശരിയാണോ എന്ന് നോക്കിക്കോ. എ മൈനസ് ബി ഓൾ സ്ക്വയർ അല്ലേ? അപ്പോൾ y സ്ക്വയർ എഴുതി മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു y ഇൻറ്റു 5, 2 ഇൻറ്റു y ഇൻറ്റു 5 10y പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ. റൈറ്റ് സൈഡിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇതും എ മൈനസ് ബി ഓൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 7 ഓൾ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 അല്ലേ? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7 14x പ്ലസ് 7 സ്ക്വയർ 49. കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ ഒരു y മൈനസ് 6 ഓൾ സ്ക്വയറും കൂടിയും എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. y മൈനസ് 6 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതും എ മൈനസ് ബി ഓൾ സ്ക്വയർ ആണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ y സ്ക്വയർ മൈനസ് 12y പ്ലസ് 36 വരും. ശരിയാണോ നോക്കിക്കോ. എ മൈനസ് ബി ഓൾ സ്ക്വയർ ആയതുകൊണ്ട് y സ്ക്വയർ വന്നു മൈനസ് 2ab 2 ഇൻറ്റു y ഇൻറ്റു 6 2 ഇൻറ്റു y ഇൻറ്റു 6 12y പ്ലസ് 6 സ്ക്വയർ 36. ഇനി എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ ക്യാൻസലായി, വൈ സ്ക്വയർ ക്യാൻസലായി. ഇനിയൊന്നും ഇപ്പോൾ ക്യാൻസൽ ആവുന്നില്ല. നമുക്ക് ക്യാൻസൽ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എന്താ ഉള്ളത്?
മൈനസ് 10y പ്ലസ് 25ഉം റൈറ്റ് സൈഡിൽ മൈനസ് 14x മൈനസ് 12y. ഓർഡർ ഒന്ന് മാറി എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഓർഡർ ഒന്ന് മാറ്റി എഴുതിയെന്ന് വെച്ചാൽ തെറ്റില്ലല്ലോ. 49ഉം 36ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 49ഉം 36ഉം ആഡ് ചെയ്താൽ 85 കിട്ടും. ഇനി നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്താലോ. അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ നമ്പറും കൂടിയും നമുക്ക് റൈറ്റ് സൈഡിലുള്ള എല്ലാ നമ്പറും കൂടിയും ലെഫ്റ്റിലോട്ട് എടുത്താലോ. ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മൈനസ് 10y പ്ലസ് 25ഉം റൈറ്റ് സൈഡിലുള്ള എല്ലാ ടേംസും ഞാൻ ലെഫ്റ്റിലോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഈ മൈനസ് 14x ലെഫ്റ്റിലെത്തുമ്പോൾ പ്ലസ് 14x ആവും. മൈനസ് 12y ഇവിടെ എത്തുമ്പോൾ പ്ലസ് 12y ആവും. 85 ലെഫ്റ്റിലെത്തുമ്പോൾ മൈനസ് 85 ആവും. റൈറ്റ് സൈഡിൽ ഇപ്പോൾ ആരുമില്ല, 0. ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നോക്കാം, മൈനസ് 10yയും 12yയും എന്താ? മൈനസ് 10yയും 12yയും 2y ആവും. നമുക്ക് ആദ്യം എക്സ് എഴുതിയിട്ട് y എഴുതിയാലോ. നിർബന്ധമില്ല അങ്ങനെ എഴുതണമെന്ന്. ഇവിടെ ഒരു 14x ഉണ്ട് ഇല്ലേ, ശരിയാണോ? അത് എഴുതി. മൈനസ് 10yയും 12yയും 2y. പിന്നെ 25 മൈനസ് 85 മൈനസ് 60 ആണ് അല്ലേ. 25 മൈനസ് 85 മൈനസ് 60 ഈക്വൽ 0. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ആയിക്കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. എല്ലാത്തിനെയും നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റൈറ്റ് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് കുഴപ്പമില്ലല്ലോ, രണ്ട് സൈഡിലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. 14/2 എന്നുള്ളത് 7 ആവും. 2y/2 എന്നുള്ളത് y ആവും. മൈനസ് 60/2 എന്ന് പറഞ്ഞാൽ മൈനസ് 30. 0/2 എന്നുള്ളത് 0. ഇതാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ.